വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 ഇതിനെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും എല്ലാ നേതാക്കന്മാരും അതുപോലെ തന്നെ മന്ത്രിമാരും ഭാരതത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിനെപ്പറ്റിയുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ പലരും വെക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. 2006 ഈ പദ്ധതി ആരംഭിക്കുന്നത്. അത് പടിപടിയായിട്ട് 100 ദിവസത്തെ ജോലി തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി കൊടുക്കും എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. 2013 ആയപ്പോൾ 36 ദിവസം ഒരു വർഷം തൊഴിലെടുക്കുന്ന സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത്, അതിനുവേണ്ടി തുക വെച്ചിരുന്നത് 33,000 കോടി രൂപയാണ്. 36 ദിവസവും അതുപോലെ തന്നെ 33 കോടി രൂപയും. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്ന അവസരത്തിൽ സാഹചര്യം അതായിരുന്നു. അന്ന് കൊടുത്തുകൊണ്ടിരുന്ന കൂലി 162 രൂപയാണ് ഒരു ദിവസം. ഇന്ന് ഈ സ്ഥാനത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം 100 ദിവസമായിട്ട് അത് വർദ്ധിപ്പിച്ചു. ഇന്നത്തെ കേരളത്തിലെ കൂലി എന്ന് പറയുന്നത് 369 രൂപയാണ്. അറിയാമല്ലോ, അതെല്ലാ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും. 369 രൂപയാണ്. ഈ ആക്റ്റിലൂടെ 100 എന്നുള്ളത് 125 വർദ്ധിച്ചു. 125 ദിവസമായിട്ട് വർദ്ധിച്ചു. അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന അവസരത്തിലും ഇപ്പോഴുമായിട്ട് താരതമ്യം ചെയ്താൽ അന്ന് വർഷം 36 ഡേയ്സ് ആയിരുന്നു, ദിവസങ്ങളായിരുന്നു ജോലി ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 125 ദിവസമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. 125 ദിവസമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അന്ന് കൂലി 162 രൂപയായിരുന്നുവെങ്കിൽ ഇന്ന് 369 രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. അന്ന് 33,000 കോടിയായിരുന്നുവെങ്കിൽ 33,000 മാറ്റിവെച്ചിരുന്നെങ്കിൽ ഇപ്പോഴ് 1,51,000 കോടിയാണ്. 1,51,000 കോടിയാണ് ഇപ്പോൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഇതാണ് വ്യത്യാസം. കാരണം തൊഴിലവസരങ്ങൾ കൂടുതൽ കൊടുക്കുന്നു, അത് ഉറപ്പുവരുത്തുന്നു. മറ്റൊന്ന്, നേരത്തെ ഇത് ഗ്രാമീണ തലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ തൊഴിലാളികൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഈ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ ആസ്തി രൂപത്തിലാക്കുക എന്നുള്ളതാണ്. നേരത്തെ പലപ്പോഴും കുഴിക്കുകയും പിന്നീട് അത് മൂടുകയും ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അത് സ്ഥിരമാക്കുന്നതിന് വേണ്ടി ആസ്തിയാക്കി മാറ്റുക. അതിനുവേണ്ടി ഉദ്ദേശിക്കുന്ന 4 മേഖലകൾ. ഒന്ന്, ഈ ജലസുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി, അത് കുടിവെള്ളവും അതുപോലെ തന്നെ ജലസേചനത്തിനുമുള്ള ജലസുരക്ഷ ഉറപ്പാക്കുക. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ കുഴിക്കുന്നതും അത് അണ്ടർ വാട്ടറായിട്ട് മാറുകയും അങ്ങനെയുള്ള സംവിധാനങ്ങളും ജലം സംഭരിക്കുന്ന പദ്ധതികളൊക്കെ അത് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതൊരു സ്ഥിര സംവിധാനമായിട്ട് മാറ്റുക, അതൊരു ആസ്തിയായിട്ട് മാറ്റുക. മറ്റൊന്ന്, ഗ്രാമപ്രദേശങ്ങളിലെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി ഈ സംവിധാനം ഉപയോഗിക്കുക. അതൊരു ആസ്തിയായിട്ട് മാറും. പിന്നെ ഉപജീവന മാർഗത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന വികസനം, അതിനുവേണ്ടിയുള്ള സംവിധാനമാക്കുക. പിന്നെയുള്ളത് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം. അത് പലപ്പോഴും അത് ഗ്രാമങ്ങളിലും ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് അടിസ്ഥാനത്തിൽ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി മുൻകരുതലുകളായിട്ടുള്ള അടിസ്ഥാന വികസനം, ഇത്രയും കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അസറ്റ് ക്രിയേഷനാണ് ഇതിൻ്റെ അകത്തെ പ്രധാനമായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, പല സംസ്ഥാനങ്ങളിലും വലിയ വ്യാപകമായിട്ടുള്ള അഴിമതി ഈ കാര്യത്തിൽ നടന്നിരുന്നു.
ഉദ്യോഗസ്ഥന്മാർ നടത്തിയിരുന്നു. അത് മസ്റ്റർ റോളിൽ കൃത്രിമമായിട്ട് ആൾക്കാരെ ഉൾപ്പെടുത്തുക, ഇത് കാർഡ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് അത് തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിലാൽ സംസ്ഥാനങ്ങളിലെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യത്തിന് നിൽക്കാത്തവരെ മാറ്റുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പല സംസ്ഥാനങ്ങളിലും നടന്നിട്ടുണ്ട്. അവർ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അവർ ഈ മാസ്റ്റർ റോളിൽ നിന്ന് മാറ്റുക, ജോലി കൊടുക്കാതിരിക്കുക, ഇങ്ങനെയുള്ളതെല്ലാം വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ കറപ്ഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി ഉള്ള നടപടികൾ, ഒന്ന് ഡിജിറ്റലായിട്ട് ഈ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തും. ഡിജിറ്റൽ ട്രാൻസ്ഫറാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ എത്തും, പരമാവധി 2 ആഴ്ചയ്ക്കുള്ളിൽ എത്തുന്ന സംവിധാനമാണ്. മാത്രമല്ല ജിയോ ടാഗിംഗ് ഉണ്ട് ഇവരുടെ പ്രവർത്തനത്തിന് വേണ്ടി. മറ്റൊന്ന് റിയൽ ടൈം അറ്റൻഡൻസ്. ഒരു പ്രത്യേക തൊഴിലാളി മാസ്റ്റർ റോളിലുണ്ടെങ്കിൽ അയാൾ ജോലിയെടുക്കുന്നത് കാണിക്കുന്ന സംവിധാനം, അതിനുവേണ്ടിയുള്ള സാങ്കേതിക സംവിധാനമെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഡിജിറ്റൽ ട്രാൻസ്ഫർ ഇത് വളരെ പ്രയോജനപ്പെടും. അവരുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്, ആരുടെയും പുറകെ നടക്കേണ്ടി വരില്ല. ഇവർ തൊഴിലാളികൾക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടും, എല്ലാവർക്കും തൊഴിൽ കിട്ടും. അതായത് സംസ്ഥാന സർക്കാരുകൾ തയ്യാറാക്കുന്ന ലിസ്റ്റ്, ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങളിൽ 18 വയസ്സ് കഴിഞ്ഞ ഇതിന് തയ്യാറായിട്ടുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കുമല്ലോ, അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടും. പിന്നെയുള്ളതിൻ്റെ ഒരു പ്രത്യേകത ഒരു കോഓപ്പറേറ്റീവ് ഫെഡറലിസം. അതിൻ്റെ ഭാഗമായിട്ട് ഇത് 60:40 എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ചെലവ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വഹിക്കുകയാണ്. നേരത്തെ ഇത് 90:10 ആയിരുന്നു. ഇപ്പോൾ 90:10 നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലും ഹിമാലയൻ സംസ്ഥാനങ്ങളിലുമുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് നേരത്തെ തന്നെ ദേശീയ തലത്തിൽ സമവായമുണ്ട്. ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾക്കും ഹിമാലയൻ സംസ്ഥാനങ്ങൾക്കും പ്രത്യേക പരിഗണന കൊടുക്കണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും അവർക്ക് ഈ പഴയ രീതിയിൽ തന്നെയായിരിക്കും കിട്ടുക. എല്ലാവർക്കും അറിയാവുന്ന പോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 100% ആണ്. ഇപ്പോൾ ഇതിന് കാരണമായിട്ട് പറയുന്നത് 14ാം ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞിരുന്നു, ഈ ടാക്സിൻ്റെ ഷെയർ നേരത്തെ നിന്ന് വിരുദ്ധമായിട്ട് മാറ്റിയിട്ട് നേരത്തെ 32% കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ 42% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്കുള്ള അവകാശങ്ങളും അവർക്കുള്ള പങ്കാളിത്തവും കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. വേറൊരു കാര്യം, ചില സംസ്ഥാനങ്ങൾ, ഉദാഹരണത്തിന് പഞ്ചാബ്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഇവരാവശ്യപ്പെട്ടിരുന്നു നെല്ലും ഗോതമ്പും ഒക്കെ കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ അവർ ഈ കൃഷി സംബന്ധമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്ന അവസരത്തിൽ ഈ തൊഴിലാളികളെ വിട്ടുകൊടുക്കണം എന്നാവശ്യപ്പെട്ടു. അതുപോലെ കർണാടകയും മഹാരാഷ്ട്രയും അവിടെ ഈ വിതയ്ക്കുന്നതിനും അതുപോലെ കൊയ്യുന്നതിൻ്റെയും സമയം സാധാരണ മാറാറുണ്ട്. അവരും ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് 60 ദിവസം, പരമാവധി 60 ദിവസം സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം. എല്ലാ സംസ്ഥാനങ്ങളിലും പൂർണ്ണമായിട്ട് 60 സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാം ഓരോ ജില്ലയിലും ഓരോ പ്രദേശത്തും എത്ര കൊടുക്കണമെന്നുള്ളത്. നമുക്കറിയാം, ഇപ്പം പാലക്കാട് സംബന്ധിച്ചിടത്തോളം നെൽകൃഷിക്ക് പ്രാധാന്യമുണ്ട്, കുട്ടനാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ അവർക്ക് ആ രീതിയിലുള്ള അവസരം നൽകാം. പക്ഷേ എങ്കിൽ തന്നെയും 125 ദിവസം നിർബന്ധമായിട്ടും അവർക്ക് തൊഴിൽ കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതന കൊടുക്കേണ്ടി വരും, അതുപോലെ തന്നെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ഇവർക്ക് വരെ ഫൈൻ അടിക്കുന്ന സംവിധാനം ഈ നിയമത്തിൽ ഉണ്ട്. ഇപ്പം 125 ദിവസം അവർക്ക് തൊഴിൽ കിട്ടിയിരിക്കും. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 369 രൂപ വെച്ച് അവർക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഇതൊരു സമഗ്രമായിട്ടുള്ള മാറ്റമാണ്. ഇതിനെപ്പറ്റി സ്വാഭാവികമായിട്ടും വളരെയധികം ചർച്ചകളും ആശങ്കകളും സംശയങ്ങളും
ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിൽ മാധ്യമങ്ങളെ കാണുന്നത്. തീർച്ചയായിട്ടും മാധ്യമങ്ങൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ റിപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ ഇതും ജനങ്ങളിൽ എത്തിക്കണം. എങ്ങനെയാണ് ഇത് ഗുണം ചെയ്യുന്നതെന്നുള്ളത് ജനങ്ങളിൽ എത്തിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അത് സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാം. അല്ല, ആസ്തി വികസനം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കുളമില്ലേ, അല്ലാതെ നമ്മൾ പറയുന്ന പോലെ വലിയ ഇതല്ല. നമ്മൾ അല്ല എല്ലായിടത്തും നമ്മൾ വയലിൽ കുളം കുഴിക്കുകയല്ലേ. അതങ്ങനെയാണല്ലോ ഉപയോഗിക്കുന്നത്. അവർക്ക് അത് ഇതിൽ നിന്നല്ല അവർക്ക് കൊടുക്കുന്നത് പൈസ. 125 ദിവസം ഇവർക്ക് വേറെ ഇത് കൊടുക്കും. അപ്പം 125 ദിവസം അവർക്ക് ഈ 369 രൂപ വെച്ച് അവർക്ക് കിട്ടും. പക്ഷേ മറ്റേതിന് ഉപയോഗിക്കുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള കൂലി കിട്ടണ്ടേ, കൂടുതൽ കൂലി കിട്ടണ്ടേ. അത് അവരാണ് കൊടുക്കുന്നത്, അത് കർഷകരാണ് കൊടുക്കുന്നത്. അങ്ങനെ വരുന്നത്. ആ വർഷങ്ങളായിട്ട് സംസ്ഥാന സർക്കാരിന് അത് ജലവുമായിട്ടുള്ള ഇതിപ്പോൾ ഞാൻ വായിച്ചില്ലേ, വാട്ടർ സെക്യൂരിറ്റിയിൽ വരുന്ന അത് ഇപ്രാവശ്യം ഇതിൽ ഉൾപ്പെടുത്താതെ ആ പ്രശ്നം. അത് സംസ്ഥാനത്തിൻ്റെ തന്നെ അതും അവരതിന് വീഴ്ച വരുത്തിയാലേ ഉള്ളല്ലോ, അല്ലാതെ ആ വിഷയം വരുന്നില്ല. ഇപ്പോൾ പൊതുവേ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം വരില്ല. അങ്ങനെയാണ് അവകാശം. ഇത് എൻ്റെ ലീപ്പുണ്ട്, എൻ്റെ ഇതല്ലേ, ഇതിൻ്റെ അകത്ത് എവിടെയും അവകാശം അല്ലെന്ന് എഴുതിയിരിക്കുന്നു. പഴയ നിയമത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അങ്ങനെയുള്ള അവകാശത്തിൽ. ഇതാ ഞാൻ പറഞ്ഞ ഇതാണ്, അല്ലാതെ മറ്റുള്ള നിയമത്തിൽ ഒന്നും മാറ്റമില്ല. അതേ മാറ്റമുള്ളൂ. അതും പിന്നെ ഈ ആസ്തി വികസനം ആസ്തി എന്ന് പറയുന്നത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് പെർമനൻ്റ് ആക്കുക, പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വെള്ളം, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. കർഷകരുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ ക്ഷീരമേഖല, ഒരു കർഷകൻ മിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നു, അതിനെ ഒരു വേജ്, അതിനൊരു തൊഴിലായിട്ട് കണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകയാണെങ്കിൽ കർഷകർക്ക് കുറച്ചുകൂടി ഗുണപരമാവില്ലേ? അത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. സംസ്ഥാനങ്ങൾ റെക്കമെൻഡ് ചെയ്താൽ കേന്ദ്രത്തിൽ പരിഗണിക്കും. അല്ല കേരളം അല്ല ഞാൻ പറഞ്ഞു, ഇത് ഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ വരണ്ടേ. ഇവിടെ ഉൾപ്പെടുത്താം, ഇവിടുത്തെ സർക്കാരിന് ഇവിടെ ഉൾപ്പെടുത്താം. അല്ല, ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ഉൾപ്പെടുത്തുക. ഈ 60 ദിവസം കൊടുത്തിട്ടുണ്ടല്ലോ, 60 ദിവസം കൊടുത്തിട്ടില്ലേ, 60 ദിവസത്തിൽ ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്ക് അവരുടേതായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 8 സംസ്ഥാനങ്ങളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത്. ഇനി അത് പല സംസ്ഥാനങ്ങളും ഒരേ രീതിയിൽ ആവശ്യപ്പെടുകയല്ലോ. അല്ല, അവർ നമ്മൾ അരി തരുന്നവരല്ല, അവിടെ നിന്നല്ലേ അരിയൊക്കെ വരുന്നത്, അരിയും ഗോതമ്പ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന, ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഞാൻ ഇത് വായിച്ചില്ലേ, അവരാണ് ഇത് ആവശ്യപ്പെടുന്നത്. അത് കേരളത്തിൽ ഇന്ത്യയുടെ ഇത് അരി വിതരണത്തെ മുഴുവൻ ബാധിക്കുന്നതാണ്. അപ്പോൾ അവരാവശ്യപ്പെടുന്ന അവസ്ഥ അല്പം പ്രൊഡക്ഷൻ അവിടെ കുറഞ്ഞാൽ നമ്മുടെ അരിയുടെ വില കൂടിപ്പോകും, നിയന്ത്രിക്കാൻ മേലെ. അത് ജനങ്ങൾക്ക് അവർക്ക് 60 ദിവസം വിട്ടു കൊടുത്തു. അവർ പക്ഷേ അവിടെയൊക്കെ ഇപ്പം ഞാൻ പറയാം, പഞ്ചാബിൽ ഒരു ദിവസം ഒരു 800 രൂപ കൊടുക്കുന്നത് കർഷകർക്ക്. അപ്പോൾ ആ 60 ദിവസം അവർക്ക് 800 രൂപ കൊടുക്കണം. അവിടെ തീരുമാനിച്ചിരിക്കുന്നത് സാധാരണ കൊടുക്കുന്ന നമ്മുടെ ഇവിടെ 1000 ഒക്കെയാണ്, അവിടെ 800 രൂപയാണ്. ഞാൻ അടുത്ത ദിവസം പോയായിരുന്നു. അപ്പോൾ 800 രൂപ അവർക്ക് കൊടുക്കണം. 369 കൊടുത്താൽ പോരാ. ഇല്ല, ബാക്കി പൈസ എന്നല്ല, മുഴുവൻ ലാൻഡ് ലോഡ് കൊടുക്കണം. ഇത് നമ്മൾ 125 ഇവർക്ക് വേറെ കൊടുക്കുവന്നേ. 60 ഈ 364 60 ദിവസമേ മാറ്റുന്നുള്ളൂ, ബാക്കിയുള്ള 125 ഇവർക്ക് കൊടുക്കും. അല്ല, അതിന് അവർക്ക് സാധിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാം. അതായത് ഇതിൻ്റെ ആയി വരുന്നതേ ഉള്ളൂ, അതാണ് ഈ ചർച്ച നടക്കുന്നത്. കാരണം ഇപ്പം ജനങ്ങൾ ഇപ്പം ഇങ്ങനെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യും, മീഡിയയുടെ ഇതുണ്ടല്ലോ, അതും റിപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതുപോലെയുള്ള അഭിപ്രായങ്ങൾ വരും.
പിന്നെ സംസ്ഥാനങ്ങൾ അത് അവരുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് ഉൾപ്പെടുത്തും. അങ്ങനെയാണല്ലോ ഇത് പരിഷ്കരിക്കുന്നത്. ഏതായാലും ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞത് 33,000 കോടിയിൽ നിന്ന് 1,51,000 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടിയുള്ള തുക മാറ്റിവെക്കുന്നു. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരും. ഇനിയും ഈ ഇപ്പം മനസ്സിലായിരുന്നു 125 എന്നുള്ളത് ഭാവിയിൽ അത് കൂടി വരുമല്ലോ ഈ തൊഴിൽ ദിവസങ്ങളെ. അർബൻ വേറെ അല്ല, ഇത് കൊടുക്കുന്നത് നമ്മുടെ ഇതെന്താന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ പറയാം, ഇതിൻ്റെ എല്ലാം കണക്ക് കൊടുക്കണമല്ലോ. ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പം മുഴുവൻ ഇത് ആപ്പുകളാണ്, പഴയതുപോലെ എഴുതി പിടിച്ചൊന്നും ഇതിൻ്റെ അകത്തോട്ട് അപ്ലോഡ് ചെയ്താൽ മതി. പക്ഷെ അതുപോലും ചെയ്യാൻ പലപ്പോഴും കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നില്ല. ഇതിൻ്റെ മാത്രമല്ല, എല്ലാ കേന്ദ്ര പദ്ധതികളുടെയും. അതേസമയത്ത് തമിഴ്നാടും കർണാടകവും രണ്ട് BJP ഭരിക്കുന്ന സ്ഥാനങ്ങളല്ല, അവരെ കണ്ടുപിടിക്കണം. നിമിഷം കൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർ അവർ അപ്ലോഡ് ചെയ്യും. കേരളത്തിൽ ഏത് പാർട്ടി ഭരിച്ചാലും അതൊരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ചിട്ടയായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് കൊടുക്കുകയല്ല, ഇത് താമസിച്ചുകൊണ്ടിരിക്കും. ഇല്ല, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഇതുണ്ടല്ലോ. ഒരാൾ മാറിയെന്നിടത്തോണ്ട് അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇത് കൊടുക്കുള്ളൂ. ഗവൺമെൻറ് സംവിധാനം അങ്ങനെ പ്രവർത്തിക്കുന്നു. അല്ലല്ല, ഞാൻ പറഞ്ഞ ഒരു പോസ്റ്റിൽ ഒരാൾ റിട്ടയർ ചെയ്തെന്ന് ഓർത്തോ, അപ്പോൾ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും ഗവൺമെൻറ് ഓഫ് കേരളയുടെയും നിയമം അനുസരിച്ചത് വേറൊരാളെ ഡെപ്യൂട്ടി ചെയ്യുക, ആ സ്ഥാനത്തേക്ക് വേറൊരാൾ വരും. അല്ലാതെ ഈ പലപ്പോഴും ആൾക്കാർ പറയുന്ന ഒരാൾ പോയി എന്നുള്ളതുകൊണ്ട് സിസ്റ്റം പ്രവർത്തിക്കാതിരിക്കില്ല. അതൊരു നിയമമാണ്. അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥനെ CAG പിടിക്കും. അപ്പോൾ ഇത് സർക്കാരിൻ്റെ ഇതിൽ വരുന്നതല്ലേ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഇത് മന്ത്രി എങ്ങനെ നേരിട്ട് ചെയ്യും? ഉദ്യോഗസ്ഥർ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ മന്ത്രിസഭയോ മന്ത്രിമാരെയോ പറയാത്തത്. പരമ്പരാഗതമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ശീലമാണെന്നാണ് പറഞ്ഞത്. അത് തമിഴ്നാടും കർണാടകവും അതേ സമയത്ത് അവർ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സെൻട്രൽ ഫണ്ട് ഇതൊരു മത്സരമാണ് ഇതിൻ്റെ അകത്ത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അതിനുള്ള ഓൾട്ടർനേറ്റീവ് ചെയ്തിട്ടുണ്ടാവുന്നേ. അത് ഒരാളുടെ എന്നുള്ളതല്ല, ഒരു വ്യക്തി എന്നുള്ളതല്ല. അപ്പോൾ അല്ലാതെ നമ്മുടെ സംവിധാനം വർക്ക് ചെയ്യല. അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അതായത് ഒരു ഉദ്യോഗസ്ഥനില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും. അല്ലാതെ നമ്മുടെ ഇത് പറ്റില്ല. അതൊരു സിസ്റ്റമാണ് സർക്കാരിൻ്റെ. അതാ ഞാൻ പറഞ്ഞത്. അതായത് 14ാം ധനകാര്യ കമ്മീഷൻ്റെ ഒരു സജഷനായിരുന്നു ഈ നമ്മുടെ കിട്ടുന്ന ടാക്സ് അത് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുക. അതിനിപ്പോൾ അടുത്ത ധനകാര്യ കമ്മീഷൻ വരുമ്പോഴേ അതിന് മാറ്റം ഉണ്ടാകുമായിരിക്കും. അങ്ങനെ കൂടുതൽ ഈ പങ്കാളിത്തം സംസ്ഥാനങ്ങളുടേതാക്കുക എന്നുള്ളതാണ് അതിൻ്റെ തിയറി. അപ്പോൾ ഇതുപോലെ ഫണ്ട് കൂടുതൽ കൊടുക്കുക, അതുപോലെ തന്നെ ഈ പ്രവർത്തനത്തിനുള്ള കൂടുതൽ അവസരങ്ങൾ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ സ്പോൺസേഡ് സ്കീമും സെൻട്രലി സ്പോൺസേഡ് സ്കീമും സെൻട്രൽ സെക്ടർ സ്കീമുമാണ്. പലപ്പോഴും സെൻട്രൽ സെക്ടർ സ്കീമിൽ വരുന്നത് അത് കംപ്ലീറ്റ് കേന്ദ്രത്തിൻ്റെ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അപ്പോൾ അതിന് പലപ്പോഴും പരാതി വരും. സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങളോ അത് സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ധനകാര്യ കമ്മീഷൻ ഈ നിർദ്ദേശം വെക്കുന്നത്. നിങ്ങൾ ഈ സമ്പത്തിൻ്റെ വിഹിതം സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ കൊടുക്കുക, അതോടൊപ്പം തന്നെ ഇതുപോലെ അവർക്കുള്ള പങ്കാളിത്തവും കൂട്ടുക. അല്ല, അത് ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ടിലാണത് കംപ്ലീറ്റ്. ഞാൻ പറഞ്ഞ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള രീതിയാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മുടെ അല്ല, ഗവൺമെൻറ്റിൻ്റെ അല്ല, ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഏത്? അതാ ഞാൻ പറഞ്ഞ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടേ? അത് തന്നെ, അത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് പറ, ഞാൻ ചെയ്തു തരാം. എന്നെ കാണിച്ചാൽ മതി. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായാലും യൂട്ടിലൈസേഷൻ കൊടുത്തിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ അത് ഫണ്ട് പോകാൻ അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ സമ്മർദ്ദമാണ്, മന്ത്രിമാരുടെ കീഴിൽ. എന്തുകൊണ്ട് ഇവിടുത്തെ ഫണ്ട് താഴോട്ട് പോകുന്നില്ല എന്നുള്ള ഞങ്ങളൊക്കെ അനുഭവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ കൊടുത്തു. ഞങ്ങൾക്ക് പിന്നെ ഇത് കിട്ടിയില്ല എന്ന് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞാലും നമ്മൾ ഇടപെടാം. ഞാൻ കേരളത്തിൽ നിന്നുള്ള ആളല്ലേ, ഇത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
അത് ഈ കേരളത്തിലെ മന്ത്രിമാർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് അത് സമൂഹമാണ് ഇനി അതിൻ്റെ പേരിൽ മാധ്യമങ്ങളും സമൂഹമാണ് അതിനു വേണ്ടി ഇടപെടേണ്ടത്. എല്ലാ രംഗത്തും അതിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഈ രാഷ്ട്രീയം, കേന്ദ്രം, സംസ്ഥാനം അതല്ലാതെ അതിനിടയിൽ ചില സാധനങ്ങളുണ്ട്. അത് സമൂഹം ഇടപെടേണ്ടി വരും, മാധ്യമങ്ങൾ ഇടപെടേണ്ടി വരും. ഇങ്ങനെ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സംവിധാനം വരുന്നത്. അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അത് അതിൻ്റേതായിട്ടുള്ള പരിധിയിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യണം. അതായത് വ്യക്തികളെ ആക്ഷേപിക്കാതെ, ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞല്ല ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു രീതിയെ മാറ്റുക ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മുടെ ഇവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ ഇവിടുത്തെ മന്ത്രിമാർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊക്കെ മാധ്യമങ്ങളൊന്ന് പഠിച്ചാൽ മതി, തമിഴ്നാടും കേരളവുമായിട്ടുള്ള. അതുകൊണ്ട് ഈ ഫണ്ട് ഇത് നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു വകുപ്പിലെ ഫണ്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം. അപ്പോൾ ഒരു സംസ്ഥാനം അതിന് തയ്യാറാകുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് അതിൻ്റെ പരിഗണന കിട്ടും. അതാണ് ഈ മത്സരം, സംസ്ഥാനങ്ങളുടെ മത്സരം എന്ന് പറയുന്നത് അതാണ്. അത് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പറയുന്നത്. കാരണം ഒരു സർക്കാരല്ല, ഇതിങ്ങനെ വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ തൊട്ടുള്ളവരോടും സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിനൊരു എന്തെങ്കിലും ഒരു സംവിധാനം വേണം, ഒരു കൂട്ടായിട്ടുള്ള പ്രയത്നം വേണം. അതായത് ഞാനിവിടെ വന്നിരുന്നിട്ട് കേരളത്തിലെ മന്ത്രിയെ കുറ്റം പറയുക, കേന്ദ്രത്തിലെ മന്ത്രി എന്നെ കുറ്റം പറയുക, ഇതിനിടയിൽ ഒന്നും നടക്കാതിരിക്കുക, അതൊരു ശരിയല്ലല്ലോ. അപ്പോൾ അതിനുള്ള ഒരു ചർച്ചയും അതുപോലെ തന്നെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു മാനസികാവസ്ഥ മാറുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതും തിരിഞ്ഞു പോകും. ഞാൻ പറഞ്ഞു, ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത് ചർച്ച ചെയ്യണം, അതാണ് ആവശ്യം. പറ്റില്ല. ഇത് സത്യത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാത്തിലും ഇംപ്ലിമെൻറ്റിങ് ഏജൻസി സ്റ്റേറ്റാണ്. ഈ കേന്ദ്രത്തിന് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഏത് കാര്യം ഇപ്പം നമുക്ക് നേരിട്ട് ചെയ്യാവുന്ന റെയിൽവേ, പക്ഷെ റെയിൽവേ ചെയ്യണമെങ്കിൽ സ്ഥലം എടുത്ത് കൊടുക്കുന്നത് സ്റ്റേറ്റാണ്. സ്റ്റേറ്റ് എടുത്ത് കൊടുത്തില്ലെങ്കിൽ റെയിൽവേക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും പറ്റില്ല. അത് ഇംപ്ലിമെൻറ്റിങ് ഏജൻസി എന്ന് പറയും. പിന്നെ ഡിഫൻസ് ഉണ്ട്, അത് പിന്നെ വേറെയാണ്. ഡിഫൻസിൻ്റെ ശരിയാണ് അവരുടേതായിട്ടുള്ള രീതി. ബാക്കിയുള്ള എല്ലാ ഇംപ്ലിമെൻറ്റിങ് ഏജൻസി സ്റ്റേറ്റാണ്. സ്റ്റേറ്റിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഏതായാലും ഇപ്പം അതിൻ്റെ എല്ലാം വേറെ വളരെ സ്പീഡിലുള്ള ഡെവലപ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കും. എന്നാൽ ശരിയെന്നാ നമ്മൾ വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം. സംരക്ഷണം ലഭിക്കുന്നുണ്ടല്ലോ. ഈ ലോകത്ത് ഏത് രാജ്യത്താണ് ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം കിട്ടുന്നത്? യൂറോപ്യൻ രാജ്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രാജ്യം അത് ഇന്ത്യയാണ്. അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ അയൽവാസികളെ നോക്കൂ, പാകിസ്ഥാൻ. അവിടുത്തെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. അവിടെ ഹിന്ദു, സിഖുകാർ, ക്രിസ്ത്യൻസ്. ചൈന നമ്മുടെ അടുത്ത രാജ്യം. ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമല്ല പറയുന്നത്, അയൽ രാജ്യങ്ങളാണ് പറയുന്നത്. ചൈനയിൽ അവർ തന്നെ സംഭവിക്കുന്ന 50 ലക്ഷം മുസ്ലിംസ് ജയിലിലുണ്ടെന്ന്. ക്രിസ്ത്യൻസ് പറയുന്നു ക്രിസ്തുവിൻ്റെ ഫോട്ടോ മാറ്റിയിട്ട് അവരുടെ നേതാവിൻ്റെ ഫോട്ടോ വെക്കണമെന്ന് പറയുന്നു. ഹിന്ദുക്കളും പരാതി പറയുന്നു. നേരെ നമ്മൾ അടുത്ത മ്യാൻമാറിൽ വന്നു കഴിഞ്ഞാൽ എത്രമാത്രം മുസ്ലിംസ് നമ്മുടെ ഡൽഹിയിൽ ഇവിടെയൊക്കെ ആയിട്ട് വന്ന് കിടക്കുന്നു. അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. നമ്മുടെ ക്യാമ്പുകളിലല്ലേ താമസിക്കുന്നത്. ബംഗ്ലാദേശ് ഞാൻ പറയണം എന്താ സംഭവിക്കുന്നത്. ഇന്നലെയും കൊന്നിട്ടുണ്ട്. അത് വലിയ ഒരു ഇതായിട്ട് മാറിയിരിക്കുകയാണ്. ഹിന്ദുസ്, സിഖുകാർ, ക്രിസ്ത്യൻസ്. ശ്രീലങ്കയിൽ
ആ ഈസ്റ്റർ തന്നെ അതിൻ്റെ ആ ഈവനിങ് നമ്മൾ മറക്കുമോ? എത്ര സ്ഫോടനങ്ങൾ, എത്ര പള്ളികൾ തകർത്തു. ഇനി ഞാൻ പറയാം, ക്രിസ്ത്യൻസ് ഭൂരിപക്ഷമുള്ള യൂറോപ്പ് എല്ലാ മാസവും വെടിവെക്കുകയല്ലേ. ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്ത്യൻ ഭൂരിപക്ഷമായിട്ടുള്ള യൂറോപ്പിൽ ക്രിസ്ത്യാനികളെ വെടിവെച്ച് കൊല്ലുകയല്ലേ ഭീകരവാദികൾ. എന്തിന് അമേരിക്കയിൽ ട്രംപ് വലിയ വീരാഘാതം വിളിക്കുന്നുണ്ട്. ആ വൈറ്റ് ഹൗസിൻ്റെ പുറത്ത് കഴിഞ്ഞ മാസം 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ക്രിസ്ത്യാനികളായതുകൊണ്ട് അവരെ വെടിവെച്ച് വന്നില്ല. ഈ രീതിയിൽ നോക്കുന്ന അവസരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതം, ചെറിയ ചെറിയ പ്രശ്നമില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഈ നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നം ഉണ്ടാകാറുണ്ട്. പക്ഷേ എല്ലാവർക്കും സമാധാനമായിട്ട് കഴിയാൻ സാധിക്കുന്നത് ഇന്ത്യയിലാണ്, ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചു നോക്കുന്ന അവസരത്തിൽ ആരാണ് സുരക്ഷിതർ? പക്ഷേ ആഗോള ഭീകരവാദം ഇല്ലാതാകുന്ന അവസരത്തിൽ ഇത് പരിഹരിക്കപ്പെടും. ഒരു സ്ഥായിയായിട്ടുള്ള സംഭവമല്ല. പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രാജ്യമെന്ന് പറയുന്നത് ഇന്ത്യയാണ്. ചെറിയ പ്രശ്നമില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. എല്ലാ രാജ്യങ്ങളിലും ഈ പ്രശ്നങ്ങളുണ്ട്, ഇന്ത്യയാണ് ഭേദം. വെള്ളാപ്പള്ളിയുടെ കാര്യം എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഞാൻ BJP-ക്കാരന്. അതായത് നമ്മൾ ഈ സാമുദായിക സംഘടനകളുണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരൊരിക്കലും ഒരു കൂട്ടരുടെ ഒരു പാർട്ടിക്കൊന്നും അനുകൂലമായിട്ട് നിൽക്കില്ല. അവരുടെ സമുദായത്തിന് എന്താണോ വേണ്ടത് കാലാകാലങ്ങളിൽ അതിനുവേണ്ടി അവർ പറയും, അടുത്ത സമയത്ത് അവർ മാറ്റി പറയും. അത് അവരുടെ സമുദായത്തിൻ്റെ ഇൻട്രസ്റ്റാണ്. അതിന് നമ്മളെന്തിനാ രാഷ്ട്രീയക്കാരെന്തിനാ ഇടപെടുന്നത്? അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രീയ പാർട്ടിയും ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ പോളിസി വേറെയാണ്, അവരുടെ സാമുദായിക സംഘടനകളല്ലേ, അവരെ സ്വാഭാവികമായിട്ടും അവരങ്ങനെ പറയും. അത് മാധ്യമങ്ങളും മറ്റു രാഷ്ട്രീയക്കാരും മനസ്സിലാക്കണം. രാഷ്ട്രീയക്കാരും മനസ്സിലാക്കിയ കുഴപ്പമില്ല. അല്ലാതെ സാമുദായിക സംഘടനകൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് സമൂഹമാണ് തീരുമാനിക്കേണ്ടത്. സമൂഹം എന്ന് പറയുന്നത്, സമൂഹം അത് ജനാധിപത്യപരമായിട്ടുള്ള അതിനെ പ്രതികരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഏത് സമുദായമാണെങ്കിലും അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് അവർ പ്രതികരിക്കുന്നത്. അവരുടെ സമുദായ അംഗങ്ങൾക്ക് വേണ്ടിയാണ്, സമുദായത്തിന് വേണ്ടിയാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണെന്ന് വേണ്ടത് സമൂഹമല്ല തീരുമാനിക്കേണ്ടത്, രാഷ്ട്രീയ പാർട്ടികളല്ല, മൊത്തം സമൂഹമാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, മീഡിയയ്ക്ക് മീഡിയയുടെ അഭിപ്രായം പറയാം, അല്ല സമൂഹത്തിന് സമൂഹത്തിൻ്റെ അഭിപ്രായം പറയാം. ജനാധിപത്യ രീതിയിലല്ലേ ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങൾ ഒരു സമുദായം എതിർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ മറുപടി പറയാറില്ലല്ലോ. ഞാൻ പറഞ്ഞത് ആർക്കും വിമർശിക്കാം, സാമുദായിക സംഘടനകൾക്ക് വിമർശിക്കാം. ഞങ്ങൾ മറുപടി പറയാറില്ലോ, ഞങ്ങൾ എതിർക്കാറുമില്ല. നമസ്കാരം. അത് എല്ലാവരോടും അങ്ങനെയാണല്ലോ. അവരോട് മാത്രമല്ല, എല്ലാവരോടും നമസ്കാരം. കാരണം രാഷ്ട്രീയ പാർട്ടിയല്ലേ വിമർശിക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ വിമർശിക്കാൻ പറ്റുമോ? നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുന്നില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. മുതലാളിമാർ, ചാനലിൻ്റെ മുതലാളിമാർ വന്നിരുന്നിട്ട് നീ പോടാ, ഞാൻ പോടാ, നീ നുണയല്ലേടാ പറയുന്നത്, നിൻ്റെ റേറ്റിംഗ് തെറ്റാടാ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളെ അതിൻ്റെ പക്ഷെ മാധ്യമ പ്രവർത്തകരെ ആരും വിമർശിക്കുന്നില്ലല്ലോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സമൂഹമാണ് മാധ്യമ പ്രവർത്തകർ. പക്ഷെ മാധ്യമങ്ങളെ വിമർശിക്കും. അത് നിങ്ങളെ വിമർശിക്കുന്നതായിട്ട് നിങ്ങൾ കരുതരുത്. അതിൻ്റെ റീസൺ ഞാൻ ഈ പറഞ്ഞതാണ്. കാരണം മാധ്യമപ്രവർത്തകർ ഒരു സമൂഹത്തിൽ ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ്, അതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ അന്നോർത്തുകൊണ്ട് മാധ്യമങ്ങളെ വിമർശിക്കരുത് എന്ന് പറയുമ്പോൾ അത് നിങ്ങളെ വിമർശിക്കുന്ന, നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസമുണ്ട്. ശരിയെന്നാ.